ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. എങ്കിലും നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കടന്നു വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴവും പൊരുളും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വേദപാഠ ക്ലാസ്സിൽ സജീവമായി ഉണർന്നിരുന്ന് ശ്രദ്ധയോടെ വചനം പഠിക്കണം. ആ പഠിച്ച വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ആദ്യം പഴയ നിയമ കാലഘട്ടങ്ങളിലെ ബലികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പഴയ നിയമ കാലങ്ങളിലെ ബലികളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ കുരിശിലെ ബലി എന്ന് പഠിച്ചു. യേശു സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സർവ്വനീതിയുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു സ്നാപക യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ചത്. ജ്ഞാനസ്നാന സ്വീകരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു ദിവ്യരാജ്യ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ജ്ഞാനസ്നാനത്തിന് ശേഷം യേശു തനിക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവർക്കും പാപത്തിൻ്റെ അടിമത്തത്തിൽ വസിക്കുന്നവർക്കും അന്ധർക്കും ബധിരർക്കും മൂകർക്കും വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർക്കും ഒക്കെ വേണ്ടി കടന്നു ചെന്ന് അവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുകയാണ് ഉണ്ടായത്. യേശു തൻ്റെ ജീവിതം അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയായിരുന്നു ചെയ്തത്. ദാനമായി നൽകുകയാണ് ചെയ്തത്. സ്വാർത്ഥതയില്ലാതെ മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ കാൽവരിയിൽ ബലിയർപ്പിക്കുകയാണ് ഉണ്ടായത്. ബൈബിളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ സുവിശേഷ ലോകം എന്ന് പറയുന്നത് ധാരാളം ആളുകളുണ്ട്. അന്ധർ, മുടന്തർ, ബധിരർ, ദരിദ്രർ, വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, നഗ്നർ, കാരാഗ്രഹവാസികൾ, പീഡിതർ, ദുഷ്ടർ, മരിച്ചവർ എല്ലാം അടങ്ങിയിരിക്കുന്ന ലോകമാണ് യേശുവിൻ്റെ സുവിശേഷ കുടുംബം. ഇവരെ സമൂഹത്തിൻ്റെ പ്രമുഖധാരയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് സ്നേഹവും കാരുണ്യവും ദയയും കൊടുക്കുക, അവരെ സൗഖ്യാനുഭവത്തിലേക്ക് കൊണ്ടുവരിക, ഇതായിരുന്നു യേശുവിൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാമോദീസ ജ്ഞാനസ്നാനം സ്വീകരിച്ചതുവഴി നാം യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരിലേക്കും ഇല്ലായ്മയും വല്ലായ്മയും അനുഭവിക്കുന്നവരിലേക്കും കടന്നു ചെന്ന് അവരെ യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻചെല്ലുവാൻ ഓരോരുത്തർക്കും കടമയുണ്ട്. അത് കൊച്ചുകുട്ടികളായ നിങ്ങൾക്കും ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. നിങ്ങളെല്ലാവരും ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി തെരുവീതിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന്
ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിൻ്റെ നേരെ നടന്നു വന്നു. മുഖമെല്ലാം അഴുകിയ നിലയിലായിരുന്നു. കൈവിരലുകളെല്ലാം അടർന്നു വീഴത്തക്ക വിധത്തിൽ അത്രയും വിഷമപൂർണമായ ഒരു രൂപത്തിലായിരുന്നു ആ കുഷ്ഠരോഗി. ആ കുഷ്ഠരോഗിയെ കണ്ടതും ഫ്രാൻസിസ് അസീസിക്ക് ആദ്യമേ ഒരു വെറുപ്പ് തോന്നി. അദ്ദേഹം പെട്ടെന്ന് കുരിശിലേക്ക് മിഴികൾ ഉയർത്തി. ഒരു നിമിഷം ഫ്രാൻസിസ് അസീസിയുടെ ഹൃദയം മുഴുവൻ ദൈവസ്നേഹത്താൽ നിറഞ്ഞു. അദ്ദേഹം ഓടിച്ചെന്ന് ആ കുഷ്ഠരോഗിയെ വീണ്ടും ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു. പിന്നീട് രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ കുഷ്ഠരോഗിയിൽ യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ സ്നേഹം ആ കുഷ്ഠരോഗിയിലേക്ക് പകരുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരായാലും, നമ്മുടെ വീടുകളിലായാലും വിദ്യാലയങ്ങളിലായാലും സ്കൂളുകളിലായാലും നാം പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം അവസരം ഒരുക്കി തരുന്നുണ്ട്. അവിടെയെല്ലാം ഈ ഫ്രാൻസിസ് അസീസിയെ പോലെ വിശുദ്ധരായ അനേകം വ്യക്തികളുടെ മാതൃക പോലെ നമുക്ക് ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യാൻ അവസരങ്ങളുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുവാനും, രോഗികളെ ശുശ്രൂഷിക്കുവാനും, മരണാസന്നരുടെ അടുത്ത് ചെന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, വൃദ്ധസദനങ്ങളിൽ ചെന്നിരുന്ന് അവരോട് സ്നേഹം പകർന്നു കൊടുക്കുവാനും, നമ്മുടെ ക്ലാസ് മുറികളിൽ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് ഭക്ഷണം പങ്കുവെച്ച് കൊടുക്കുവാനും, അവരുടെ വിഷമങ്ങൾ കേൾക്കുവാനും, അങ്ങനെ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി വച്ചിരിക്കുന്നു. ജ്ഞാനസ്നാനം വഴി പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ നാം ഓരോരുത്തരും ഇത്തരം നന്മ പ്രവൃത്തികൾക്ക് എന്നും സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. നിങ്ങൾ പാവപ്പെട്ടവരുടെ അമ്മയായ മദർ തെരേസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടവരുടെ അമ്മയായി മാറിയ മദർ തെരേസ അനാഥരായ കൊച്ചുമക്കൾക്ക് അമ്മയായവൾ, പാവപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾക്ക് സംരക്ഷിച്ചവൾ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചവൾ, അങ്ങനെ ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്ത മദർ തെരേസ തൻ്റെ ആത്മകഥയിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മദർ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ അയൽവക്കത്തുള്ള ഒരു പാവം വീട്, ആ വീട്ടിൽ 3-4 ദിവസമായി ഭക്ഷണം വയ്ക്കുവാൻ അരിയില്ല, എനിക്ക് അവരെ സഹായിക്കുവാനാകുന്നില്ല. മദർ എന്തെങ്കിലും ചെയ്തേ പറ്റും, അല്ലെങ്കിൽ അവർ മരിച്ചു പോകും. മദർ രാത്രിയാണ്, ഉടൻ തന്നെ എൻ്റെ അടുക്കളയിൽ പോയി കുറച്ച് അരി സഞ്ചിയിലാക്കി ഈ മനുഷ്യൻ്റെ പിന്നാലെ നടന്നു. അവിടെ ചെന്ന് ആ വീട്ടിൽ കയറിയപ്പോൾ 8 അംഗങ്ങളുള്ള ആ വീട്ടിലെ കുടുംബം ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി. അമ്മ വേഗം അരി അവരുടെ പാത്രത്തിൽ കുറച്ചിട്ടുകൊണ്ട് പറഞ്ഞു, വേഗം നിങ്ങൾ തരം വയ്ക്കൂ, കുഞ്ഞുങ്ങൾക്ക് വിശപ്പകറ്റൂ. പെട്ടെന്ന് ആ വീട്ടിലെ അമ്മ ഈ കൊണ്ടുവന്ന അരി പകുതിയാക്കി ഒരു ഭാഗം ഒരു സഞ്ചിയിൽ കെട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കായിരുന്നല്ലോ ഞാൻ അരി കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അമ്മേ, ആ വീട്ടിലെ അംഗങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി. അവർക്കും വിശപ്പുണ്ട്, അവർക്കും ദാരിദ്ര്യമുണ്ട്. ഞങ്ങൾ കഴിക്കുന്നതോടൊപ്പം അവരും കഴിക്കട്ടെ.
മദർ തെരേസ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് മിഴികൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും ധാരാളം സുഖസൗകര്യങ്ങളിൽ വളരുന്നവരാണ്. നമുക്ക് സ്വന്തമായി വീടുണ്ട്, സ്വന്തമായി മാതാപിതാക്കളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, കളിക്കാൻ കൂട്ടുകാരുണ്ട്, രോഗം വന്നാൽ ശുശ്രൂഷിക്കാൻ ആളുകളുണ്ട്. ഇതൊന്നുമില്ലാതെ നമുക്ക് ചുറ്റും ധാരാളം മനുഷ്യരുണ്ട്. വിശപ്പ് മൂലം മരിക്കുന്നവര്, രോഗം വന്നാൽ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തവര്, വാർദ്ധക്യത്തിൽ അനാഥാലയങ്ങളിൽ തള്ളി നീക്കപ്പെടുന്നവര്, അങ്ങനെ ഒത്തിരി വേദന അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരിലേക്കെല്ലാം യേശുവിൻ്റെ സ്നേഹം ഒഴുക്കിവിടുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചു വഴി പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ നാം ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ സാധിക്കണം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള നല്ല നല്ല നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ ക്രമീകരിക്കുവാൻ എപ്പോഴും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും പരമമായ ആരാധന എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. യേശു തന്നെ പരമപിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ഉണ്ടായത്. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനായി, മാനവകുലത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി യേശു തൻ്റെ സ്വന്തം ജീവൻ കുരിശിൽ ബലിയർപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിൻ്റെ സ്നേഹം ത്യാഗമാണ്, യേശുവിൻ്റെ സ്നേഹം സഹനമാണ്, അല്ലേ? യേശു എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് നമ്മെ സ്നേഹിച്ചത്. യേശുവിൻ്റെ സ്നേഹം കാരുണ്യമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കുരിശിലേക്ക് നോക്കുക. കുരിശിലെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുക. കുരിശിലെ ബലിയുടെ ചൈതന്യം ഉൾക്കൊള്ളുക. കുരിശിലെ ബലിയുടെ ആവർത്തനമായ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുക. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ തന്നെ പള്ളിയിൽ വരിക, പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം ബലിപീഠത്തിൽ ബലിയായി അർപ്പിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം സഹോദരങ്ങളിലേക്കും ബലിയർപ്പിക്കുവാനായി, സഹോദരങ്ങൾക്കും ബലിയേകാനായി നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സത്പ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. അതിനായി ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതോടൊപ്പം നിങ്ങൾ കണ്ടെത്തുകയും വേണം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാഠമായ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലെ ബലികളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ബലി പൂർത്തീകരണമായ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു. സ്നാപകയോഹന്ന ജ്ഞാനസ്നാനം നൽകിയതിനെ കുറിച്ച് പഠിച്ചു. യേശു ദൈവരാജ്യ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചു. യേശുവിൻ്റെ സുവിശേഷ ലോകം എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണെന്ന് പഠിച്ചു. എങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ ദൈവരാജ്യ പ്രഘോഷണം ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും യേശുവിൻ്റെ സ്നേഹം ലോകം പ്രകടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനായി നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് ചെല്ലണം. അവിടെ പാവപ്പെട്ടവരോടും അനാഥരോടും ആരോരുമില്ലാത്തവരോട് കൂടിക്കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം അവരിലേക്ക് ചുരിയണം. നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. എല്ലാം നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ നമ്മുടെ ജീവിതം ബലിയായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. ഒരു ബലി ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനികളുടെ ജീവിതം. ഇതാണ് മൂന്നാം പാഠത്തിലെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പാഠത്തിലെ പ്രധാന ആശയങ്ങൾ. ഇനി നിങ്ങൾ ഈ പാഠഭാഗം 1-2 പ്രാവശ്യം വായിക്കണം. ബൈബിൾ ഇതുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ
ആവർത്തിച്ച് വായിക്കണം. പിന്നെ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വേദപാഠ ടീച്ചറുമായി ആശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാവരും ഈ ദിവസങ്ങളിൽ കണ്ട വീഡിയോ ക്ലിപ്പുകളിലെ പാട്ടുകൾ പഠിച്ചിരിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ കൊറോണ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിലെ വേദപാഠ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ യേശുവിൻ്റെ സ്നേഹം വിതയ്ക്കുന്ന നല്ല കുട്ടികളായി, യേശുവിൻ്റെ കുഞ്ഞോമന മക്കളായി വളരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. Brought a girl child from the street, and I could see in the face of the child that the child was hungry. God knows how many days they had not eaten. So I gave her a piece of bread, and the little one started eating the bread crumb by crumb. And I said to the child, eat the bread. Eat the bread. And she looked at me and said, I'm afraid to eat the bread because I'm afraid when it is finished, I will be hungry again. This is a reality.